വചനമൊഴി നോമ്പുകാലം 7-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 49:8-12, 22-26, സക്കറിയ 9:9-12, റോമ 11:13-24, മത്തായിയുടെ സുവിശേഷം 21:1-17. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓശാന ഞായർ ആചരിച്ച് നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമായി ഈശോയുടെ ജെറുസലേം പ്രവേശനം അവതരിപ്പിക്കുന്നു. ജെറുസലേമിലേക്ക് വരുന്ന ഈശോയ്ക്ക് ജനങ്ങൾ രാജകീയമായ സ്വീകരണം നൽകുന്നു. ആർപ്പുവിളികളോടെ വസ്ത്രങ്ങളും മരത്തിന്റെ ചില്ലകളും ജനങ്ങൾ അവന്റെ വഴിത്താരയിൽ വിരിക്കുന്നു. ജെറുസലേമിലേക്കുള്ള യാത്ര സമാപിക്കുന്ന രംഗമാണ് ഈ രാജകീയ പ്രവേശനം. ഇസ്രായേലിന്റെ രാജാവായി സ്വീകരിക്കപ്പെടുന്ന ഈശോ അതേ കാരണത്താൽ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നു എന്ന വലിയൊരു വൈരുദ്ധ്യം ഇവിടെ നടക്കുന്നു. രാജകീയ പ്രദക്ഷിണമാണെങ്കിലും ഇതിന്റെ ലക്ഷ്യം കുരിശാണ്, സഹനമാണ്. എന്തുകൊണ്ട് ഈ രാജകീയ പ്രവേശനത്തിന് ഈശോ കഴുതയെ തെരഞ്ഞെടുത്തു? 1 രാജാക്കന്മാർ 1:33 കാണുന്നു, കഴുത യുദ്ധപ്രിയനായ രാജാവിന്റെ വാഹനമല്ല, മറിച്ച് സമാധാനപ്രിയനായ രാജാവിന്റെ വാഹനമാണ്. സോളമൻ രാജാവ് അഭിഷേകം ചെയ്യപ്പെടാൻ പോയത് കഴുതപ്പുറത്താണ്. ഇന്നത്തെ 2ാമത്തെ വായനയിൽ വിവരിക്കുന്നതനുസരിച്ച് കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന രാജാവ് ശാന്തനും സമാധാനപ്രിയനുമാണ്. പ്രതാപവാനും ജയശാലിയുമായ രാജാവ് വിനയാന്വിതനായി കഴുതപ്പുറത്ത് വരുന്നു. ദൈവത്തോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച ഈശോയുടെ വിനയത്തിന്റെ ഭാവമാണ് ഈ സഞ്ചാരത്തിലൂടെ വീണ്ടും കാണിക്കുന്നത്. ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനുമാണ്. അഹങ്കരിക്കുന്ന മനുഷ്യന് വിനയമുള്ള ഈശോ എന്നും മാതൃകയാണ്. സുവിശേഷകൻ സമാധാന രാജാവായ ഈശോ തെരഞ്ഞെടുത്ത കഴുതയുടെ സവിശേഷതകൾ വിവരിക്കുന്നുണ്ട്. കെട്ടിയിരിക്കുന്ന കഴുതയെയും കഴുതക്കുട്ടിയെയും നിങ്ങൾ കാണും. ഇതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ 1ാം വായന ഉൽപ്പത്തി പുസ്തകം 49:8-12 നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യാക്കോബ് തന്റെ മകനായ യൂദായെ അനുഗ്രഹിക്കുന്ന ഭാഗം നാം ശ്രദ്ധിക്കണം. യൂദ, നീ ഒരു സിംഹക്കുട്ടിയാണ്. ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല. അതിന്റെ അവകാശി വന്നു ചേരും വരെ യൂദ തന്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. യാക്കോബിന്റെ ഈ അനുഗ്രഹം യൂദാഗോത്രത്തിൽ ജനിച്ച ഈശോയിൽ നിറവേറുന്നു. ചെങ്കോലിന്റെ അവകാശിയായ മിശിഹ രാജാവായി എത്തിയിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുകയാണ് ഇവിടെ. പൂർവ്വപിതാവായ യൂദ തന്റെ ഗോത്രത്തിൽപ്പെട്ട ഈശോയ്ക്ക് വേണ്ടി കഴുതയെ കെട്ടിയിരിക്കുന്നു എന്നാണ്. അതായത് ഈശോയിലൂടെ പൂർവ്വപിതാവായ യാക്കോബിന്റെ പ്രവചനം പൂർത്തിയാക്കപ്പെടുന്നു. അതാണ് അവനു വേണ്ടി കഴുതയെയും കഴുതക്കുട്ടിയെയും അഴിക്കുന്ന കാര്യം സുവിശേഷകൻ പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ കഴുത ആരും ഉപയോഗിക്കാത്ത, യാത്ര ചെയ്യാത്ത കഴുതയാണ് എന്ന സൂചന നൽകുന്നുണ്ട്. തള്ളക്കഴുതയിൽ നിന്നും വേർപെടുത്താത്ത കഴുതക്കുട്ടി ആരും സവാരി ചെയ്യാത്തതായിരിക്കും. അതിനാൽ കഴുതയും കഴുതക്കുട്ടിയും എന്ന് പറയുമ്പോൾ ആരും യാത്ര ചെയ്യാത്തത് എന്ന സൂചന നൽകുകയാണ്. ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന ബലിമൃഗത്തിന്റെ പ്രത്യേകതയാണ് ആരും ഉപയോഗിക്കാത്തത്. ഫിലിസ്ത്യരോട് പുരോഹിതന്മാർ പറയുന്നു, നിങ്ങൾ ഒരു വാഹനമുണ്ടാക്കി ഒരിക്കലും നുകം വയ്ക്കാത്ത കറവ പശുക്കളെ അതിൽ കെട്ടുവിൻ. ആ വണ്ടിയിൽ കർത്താവിന്റെ പേടകം വയ്ക്കുവിൻ. 1 സാമുവേൽ 6:7. ഈശോയുടെ ജനനത്തിനു വേണ്ടി കന്യകയുടെ ഗർഭപാത്രം ഉപയോഗിക്കുന്നു. ആരും ഉപയോഗിക്കാത്ത ഗർഭപാത്രം. മത്തായി 1:18-23. അതുപോലെ ഈശോയെ സംസ്കരിക്കാൻ പുതിയ കല്ലറ ആരും ഉപയോഗിക്കാത്തത് നിർമ്മിക്കുന്നു. യോഹന്നാൻ 19:41. ദൈവപുത്രനായ ഈശോയ്ക്ക് കൊടുക്കുന്ന വലിയ പ്രാധാന്യത്തെ ഈ വിവരണങ്ങൾ സൂചിപ്പിക്കുന്നു. ദൈവത്തിന് അർപ്പിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതും പരിശുദ്ധവുമായിരിക്കണമെന്നാണ് സൂചന. കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട്. ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു ചിന്ത വിശുദ്ധമായ ഉപയോഗത്തിനുള്ള മൃഗം എന്നതാണ്.
എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥൻ ദൈവമാണ്. അവിടുത്തേക്ക് ഇഷ്ടമുള്ളതിനെ ആവശ്യമുള്ളപ്പോൾ അവിടുന്ന് ആവശ്യപ്പെടുന്നു. നാം കാവൽക്കാർ മാത്രമാണ്. യഥാർത്ഥ അവകാശി കർത്താവ് തന്നെയാണ്. യഥാർത്ഥ അവകാശി ദൈവമാണ്. കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട്. ഈശോ തന്റെ വലിയ ലക്ഷ്യത്തിലേക്ക് ആഘോഷമായി നടക്കുന്നു. ലോകം മുഴുവന്റെയും രക്ഷ കുരിശുമരണത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നു. ഇവിടെ വിനയാന്വിതനായ ഈശോയെ കണ്ടപ്പോൾ ജനങ്ങൾ പരസ്പരം ചോദിക്കുന്നു, ആരാണിവൻ? ഗലീലിയയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ ഈശോയാണ് അവനെന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. വിശുദ്ധ വാരം ആചരിക്കുമ്പോൾ ആരാണ് എനിക്ക് ഈശോ എന്ന ചോദ്യം പ്രസക്തമാണ്. അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എന്റെ രക്ഷകനാണ്. തോമസ് ശ്ലീഹായോടൊപ്പം എന്റെ കർത്താവും എന്റെ ദൈവവും എന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് പത്രോസിനോടൊപ്പവും ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിന് ആവശ്യമുണ്ട് എന്നറിഞ്ഞ മാത്രയിൽ ഈശോയ്ക്ക് യാത്ര ചെയ്യാൻ കഴുതക്കുട്ടിയെ വിട്ടുകൊടുത്ത ഉടമസ്ഥന്റെ മാതൃക അനുകരണീയമാണ്. ദൈവരാജ്യത്തിനായി, മനുഷ്യരക്ഷയ്ക്കായി കർത്താവ് നമ്മെയും മറ്റുള്ളവരെയും ആവശ്യപ്പെടും. നമ്മുടെ സമയം, സമ്പത്ത്, കഴിവുകൾ ഇവയൊക്കെ കർത്താവിന് ആവശ്യമുണ്ട്. ഉദാരമായി ലുപ്തുകൂടാതെ നാം അവിടത്തേക്ക് നൽകണം. നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ 100 ഇരട്ടിയായി പ്രതിസമ്മാനം നമുക്ക് ലഭിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തന്റെ സഹനവേദിയായ ജെറുസലേമിലേക്ക് ഈശോനാഥൻ പ്രവേശിക്കുന്ന വികാരസാന്ദ്രമായ മഹാമുഹൂർത്തത്തിൽ അവിടുന്ന് മിശിഹായും രാജാവുമാണെന്ന് പരസ്യമായും ആഘോഷമായും പ്രഖ്യാപിക്കുന്നതാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. അവിടുന്ന് വെറുമൊരു തച്ചന്റെ മകനല്ല, പ്രത്യുത പ്രപഞ്ചനാഥനും രാജാവുമായി പ്രഘോഷിക്കപ്പെടുകയാണ്. ഈശോയുടെ ദൈവത്വത്തിന്റെയും രാജത്വത്തിന്റെയും പരസ്യമായ ഏറ്റുപറച്ചിൽ ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്ന രാജസങ്കല്പത്തെ തച്ചുടയ്ക്കുന്നു. വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്ന ഈശോ രാജാവാണ്. സർവമഹത്വങ്ങൾക്കും അർഹനായവനുമാണ്. ഇന്നത്തെ രണ്ടാമത്തെ വായന അതാണ് പ്രഘോഷിക്കുന്നത്. മഹത്വങ്ങളൊക്കെ അവൻ നമുക്ക് മഹത്വം നൽകുവാൻ വേണ്ടി മാറ്റിവെച്ചു. ജീവിതത്തിൽ എളിമപ്പെടാനുള്ള സാഹചര്യങ്ങൾക്ക് മുൻപിൽ പതറി നിൽക്കുമ്പോൾ, പരാജിതനെ പോലെ നിലവിളിക്കുമ്പോൾ ഞാൻ അറിയുന്നു, എന്റെ ദൈവം മഹത്വങ്ങളെല്ലാം മാറ്റി കഴുതപ്പുറത്ത് കയറിയത് എന്നെ മഹത്വമുള്ളവനാക്കുവാൻ വേണ്ടിയായിരുന്നു. കുരിശുമരണത്തോളം തന്നെ താഴ്ത്തിയത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. മിശിഹായുടെ രക്ഷാകര സംഭവങ്ങളെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന പീഡാനുഭവാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള 3-ാമത്തെ പ്രഘോഷണം എടുത്തു പറയുന്നത് ഈശോ മിശിഹായിലൂടെ ലഭിച്ച രക്ഷ സാർവത്രികമാണ് എന്ന കാര്യമാണ്. എല്ലാ ജനതകൾക്കും മിശിഹായിൽ രക്ഷയുണ്ട് എന്ന കാര്യമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി വന്ന മിശിഹായെ അവർ തിരസ്കരിച്ചു. അവരുടെ തിരസ്കാരം മനുഷ്യകുലത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് കാരണമായി. മിശിഹായിലൂടെ രക്ഷയുടെ മാർഗമായ ഒലിവുമരത്തോട് ചേർക്കപ്പെട്ടവരാണ് ജനതകളെന്ന് പൗലോസ് ശ്ലീഹ എടുത്തു പറയുന്നു. ലോകത്തിന് മുഴുവൻ രക്ഷ നൽകുന്ന മിശിഹായുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിന്റെ ഓർമ്മയാചരിക്കുന്ന ഈ വിശുദ്ധ വാരത്തിൽ അവിടുത്തെ രക്ഷാകര പ്രവൃത്തികളെ കുറിച്ച് ധ്യാനിച്ച് വിശുദ്ധിയിൽ വളരുന്നതിന്, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ പാതയെ രക്ഷാകരമായ മൂല്യങ്ങളോടെ കാണുന്നതിന് ഈ വിശുദ്ധ വാരാചരണവും പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും നമ്മെ സഹായിക്കണം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.